തൃശൂർ പൂരത്തിന് മാസങ്ങൾ മാത്രം ശേഷിക്കെ പൂരം നടത്തിപ്പിനെ ചൊല്ലി തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങളും കൊച്ചിൻ ദേവസ്വം ബോർഡും തമ്മിൽ തർക്കം. വർഷങ്ങളായി ഇരു ദേവസ്വങ്ങളും നടത്തിവരുന്ന പൂരം പ്രദർശനത്തിനൊപ്പം കൊച്ചിൻ ദേവസ്വം ബോർഡ് സമാന്തര പ്രദർശനം നടത്താൻ ടെൻഡർ ക്ഷണിച്ചതാണ് തർക്കത്തിന് കാരണം. നിലവിലെ കൊച്ചിൻ ദേവസ്വം ബോർഡ് അംഗങ്ങളുടെ കാലാവധി അവസാനിക്കുന്നതിന് തൊട്ടു മുൻപ് പ്രഖ്യാപിച്ച നീക്കത്തിന് പിന്നിൽ ദുരൂഹതയുണ്ടെന്നാണ് ആരോപണം. തൃശൂർ പൂരത്തിന്റെ നടത്തിപ്പിനും സംഘാടനത്തിനുമുള്ള പ്രധാന വരുമാന സ്രോതസ്സാണ് വർഷങ്ങളായി നടക്കുന്ന പൂരം പ്രദർശനം. തേക്കിൻകാട് മൈതാനിയിൽ തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങളുടെ നേതൃത്വത്തിലാണ് ഇക്കാലമത്രയും പ്രദർശനം നടത്തി വന്നിരുന്നത്. സർക്കാർ സ്ഥാപനങ്ങൾ മുതൽ കോർപ്പറേറ്റ് കമ്പനികൾ വരെ പ്രദർശനത്തിന്റെ ഭാഗമായി പങ്കെടുക്കും. 1.5 മാസത്തോളം നീണ്ടുനിൽക്കുന്ന പ്രദർശനത്തിലൂടെ ലഭിക്കുന്ന വരുമാനം ഉപയോഗിച്ചാണ് തൃശൂർ പൂരത്തിന്റെ ചെലവുകൾ നടത്തിവരുന്നത്. എന്നാൽ ഇതിന് തിരിച്ചടിയാകും വിധമാണ് ഇപ്പോൾ സമാന്തര പ്രദർശനം നടത്താനുള്ള ദേവസ്വം ബോർഡിന്റെ തീരുമാനം. കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ സമാന്തര പ്രദർശന നീക്കത്തിന് പിന്നിലുള്ള ഗൂഢാലോചന CBI അന്വേഷിക്കണമെന്ന് തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറി കെ ഗിരീഷ് കുമാർ പ്രതികരിച്ചു. ഇവർക്ക് 426 436 ക്ഷേത്രങ്ങളുണ്ട്. അവിടെയൊന്നും ഇത്തരത്തിലുള്ള അടുക്കും ചിട്ടയോടും പ്രൗഢിയോടും കൂടിയിട്ടുള്ള ഒരു പൂരം പോലും അവർക്ക് നടത്താൻ സാധിക്കുന്നില്ല. ഇവരെങ്ങനെ ഈ 2 ദേവസ്വങ്ങൾ എങ്ങനെ ഈ പൂരം നടത്തുന്നു? അതിനെ എങ്ങനെയെങ്കിലും ഇല്ലാണ്ടാക്കണം. നമുക്ക് പറ്റാത്തത് മറ്റാർക്കും സാധിക്കരുത് എന്നുള്ള ആ ഒരു കുട്ടിക്കുശുമ്പാണ് കൊച്ചിൻ ദേവസ്വം ബോർഡിന് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ജനുവരി 23 കാലാവധി പൂർത്തിയായ കൊച്ചിൻ ദേവസ്വം ബോർഡ് അംഗങ്ങളായ MP മുരളീധരനും പ്രേംരാജ് ചൂണ്ടലാത്തും പടിയിറങ്ങും മുമ്പാണ് സമാന്തര പൂരം പ്രദർശനത്തിന് ടെൻഡർ വിളിച്ചത്. ഫെബ്രുവരി 21 പ്രദർശനത്തിലേക്ക് ടെൻഡർ ക്ഷണിച്ചുകൊണ്ടുള്ള പരസ്യങ്ങളും പുറത്തിറങ്ങി. ഇത് പൂരം നടത്തിപ്പിനെ വെല്ലുവിളിക്കും വിധമുള്ള നടപടിയാണെന്നാണ് വിമർശനങ്ങൾ. അതേസമയം ആരാണ് ഇത്തരമൊരു തീരുമാനമെടുത്തതെന്നോ ടെൻഡർ ക്ഷണിച്ചതെന്നോ അറിയില്ലെന്നാണ് ജനുവരി 15 കാലാവധി പൂർത്തിയാക്കിയ മുൻ കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഡോക്ടർ MK സുദർശൻ പറയുന്നത്. ട്രേഡ് ഫെയർസ് അതുപോലെ എക്സിബിഷനൊക്കെ നടത്താൻ വേണ്ടിയുള്ള ഒരു തീരുമാനം എടുത്തിട്ടുള്ളത്. പക്ഷെ അത് ഈ ദിവസങ്ങളിൽ നടത്താൻ വേണ്ടിയല്ല, പൂരം എക്സിബിഷൻ അല്ലാത്ത മറ്റുള്ള ഓണം ഫെയർ അതുപോലെ തന്നെ ക്രിസ്മസ് ഫെയർ അങ്ങനെയുള്ള രീതിയിലാണ് നടത്താൻ വേണ്ടിയുള്ള തീരുമാനമാണ് മുമ്പ് എടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ എങ്ങനെയാണ് വന്നിട്ടുള്ളത് എന്നുള്ളത് അത് ബന്ധപ്പെട്ടവരായിട്ട് തീർച്ചയായിട്ടും അത് ചർച്ച ചെയ്യുന്നുണ്ട്. നിലവിലെ തീരുമാനങ്ങൾ പ്രകാരം ഏപ്രിൽ 1 മുതൽ മെയ് 31 വരെയാണ് ദേവസ്വം ബോർഡിന്റെ പ്രദർശനം നടക്കുക. മാർച്ച് അവസാനത്തിൽ തുടങ്ങി മെയ് 25 അവസാനിക്കുന്ന വിധത്തിലാണ് പൂരം പ്രദർശനം നിശ്ചയിച്ചിരിക്കുന്നത്. 1990 സമാനമായ പ്രതിസന്ധി ഉണ്ടായതോടെ പൂരക്കാലത്ത് മറ്റ് പ്രദർശനങ്ങൾ അനുമതി നിഷേധിച്ചുകൊണ്ട് തൃശൂർ കോർപ്പറേഷൻ യോഗം ചേർന്ന് തീരുമാനമെടുത്തിരുന്നു. ഇത്തരം ധാരണകൾ നിലനിൽക്കെയാണ് നിലവിൽ നടക്കാനിരിക്കുന്ന സമാന്തര പൂര പ്രദർശനത്തിനുള്ള ഒരുക്കങ്ങൾ മുന്നോട്ടു പോകുന്നത്. കേരള വിഷൻ ന്യൂസ്, തൃശൂർ.